ലക്ഷ്യം നന്മയോ തിന്മയോ ആകട്ടെ, നിങ്ങള് ചെന്ന് കാണണം, കാര്യം പറയണം. സഹായിക്കാതിരിക്കില്ല. കാരണം ശത്രു കളക്ടർ ശാലിനിയാണെന്നറിഞ്ഞാൽ ആളിവിടെ പറന്നെത്തും. അതവൻ അർഹിക്കുന്നുണ്ട് മോളെ. അതിന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ശിവൻ മാറി. എടി, അപ്പൊ നീയും മാറണം. നിന്റെ മാറ്റം അവനും അറിയണം, അതവനെ അറിയിക്കണം. അതിനുള്ള വഴിയായി ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. ആ വാടാ. എടാ, പോയ കാര്യം എന്തായി? ഇവളുടെ പേര് വെച്ച് എന്തു തുടങ്ങിയാലും മുടക്കമേ വരൂ. അത്രയ്ക്ക് നല്ല രാശിയാ. മന്ത്രി എന്ത് പറഞ്ഞു? മന്ത്രി ഓക്കെയാ, നമ്മൾ പറഞ്ഞ എല്ലാ ഡിമാൻഡും അംഗീകരിച്ചു. പക്ഷേ കളക്ടർ അവര് മുടയാ. ഈ പ്രൊജക്ടിന് അവർ തടയിടുകയും ചെയ്യും. കളക്ടർ ഇങ്ങനെ വട്ടം നിന്നാ എന്താണപ്പ ചെയ്യുക? ഇതിപ്പോ നമുക്ക് വേണ്ടി പണം ഇറക്കാന്ന് പറഞ്ഞവരെ നമ്മളൊരു വാക്കിന് വേണ്ടി കാത്തു നിൽക്കുക. പ്രൊജക്ടിന് ചെറിയ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് അവര് പിന്നെ ഈ വഴിക്കേ വരത്തില്ല. ഞാൻ അപ്പോഴപ്പനോട് പറഞ്ഞതാ, ഈ കെട്ടിപ്പൊക്കാൻ പോകുന്ന ഹോസ്പിറ്റലിന് അമ്മച്ചിയുടെ പേര് ചേർത്തിടാന്ന്. പ്രോജക്ടിന് സ്ത്രീ സാന്നിധ്യം വേണമെന്നല്ലേ ഉള്ളൂ. ഇതിപ്പോ തുടക്കത്തിൽ തന്നെ എല്ലാം അവസാനിപ്പിക്കേണ്ട അവസ്ഥയാ. ഇതുവരെ മുടക്കിയതും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് നടന്നതും എല്ലാം വേസ്റ്റായി. എന്തിനാപ്പ ഇത്രയും വലിയൊരു പ്രൊജക്ടിന് എന്റെ പേര് ചേർത്തിട്ടത്? ഞാൻ പറഞ്ഞിട്ടാണോ? ജീവിതത്തിലെ നഷ്ടങ്ങൾ മാത്രം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവൾക്ക് ഇനിയും പഴിയേക്കാൻ വയ്യ. എല്ലാത്തിനും എന്നെ ഒന്ന് ഒഴിവാക്കിത്താ. മരിക്കുന്നവരെ ഞാൻ ഏതെങ്കിലും ഒരു മൂലയില് ഒരാൾക്ക് ശല്യം ഉണ്ടാക്കാതെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളാം. എന്തിനാടാ മോനെ വെറുതെ ശവത്തി കുത്തുന്നത്? ആ ശിവന്റെ ഒപ്പം നിന്ന് കുറെ നെകളിച്ചതല്ലേ. ഇനി അവന്റെ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിരിക്കാതെ മറ്റൊരു ജീവിതത്തിലേക്ക് അവളെ പറഞ്ഞു വിടണം. അതിന് ഇതുപോലെ ടോർച്ചറിങ് ഒക്കെ നല്ലതാ. ചിന്തിക്കട്ടെ, തന്നെ ചതിച്ചവന്റെ ചങ്ക് പറിച്ചെടുക്കാനുള്ള ദേഷ്യം അവൾക്കുണ്ടാവണം. ഇവളുടെ പേര് വെച്ച് എന്തു തുടങ്ങിയാലും മുടക്കമേ വരൂ. അത്രയ്ക്ക് നല്ല രാശിയാ. നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ശിവനും ഡേസിയൊന്നുമല്ല, കളക്ടർ ശാലിനിയ. അവളെ പൂട്ടാനുള്ള ചങ്ങല, അതാണ് നമുക്ക് വേണ്ടത്. എടാ, നമ്മൾ ഉണ്ടാക്കുന്ന ചങ്ങലയിലും താടിലും അവളെ പൂട്ടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ല. അവളെ പൂട്ടണമെങ്കിൽ മണിച്ചിത്ര താഴിട്ട് പൂട്ടണം. കാരണം ശാലിനി ഇന്ന് ഏതായുധവും നേരിടാനുള്ള പ്രാപ്തിയും അതിനനുസരിച്ച് കൂടെ നിൽക്കാൻ പരിശ്രമശാലികളായ അംഗരക്ഷകൾ ഉള്ളവളാ. അപ്പോൾ നേരിട്ടുള്ള ആയുധമുറകൾക്ക് യാതൊരുവിധമായ കാര്യവുമില്ല. പിന്നെ ഉള്ളത് ഒളിയമ്പ. അതിന് ഒരു സ്ത്രീ തന്നെയാണ് ശത്രുവായിട്ട് വരേണ്ടത്. അങ്ങനെ വരുന്നവൾ മുൻ വൈരാഗ്യം കൂടി ഉണ്ടായാലോ? അപ്പനിത് ആരുടെ കാര്യപ്പ ഈ പറയുന്നേ? ഒന്ന് തെളിച്ചു പറ. എടാ, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണമെന്ന് പറയാറില്ലേ? അങ്ങനൊരു സ്ത്രീയെ തോൽപ്പിക്കാൻ ശക്തയായ മറ്റൊരു സ്ത്രീക്കേ പറ്റൂ. അങ്ങനെ ഒരു സ്ത്രീ കളക്ടർക്ക് ശത്രുവായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ഇല്ല. നമ്മൾ ആ ശത്രുവിനെ വീണ്ടും ശാലിനിക്കെതിരായി ഇറക്കാൻ പോകുന്നു. ഇന്ന് ഈ സമയത്ത് കളക്ടറെ ഉറക്കം കെടുത്താൻ അവളല്ലാതെ മറ്റാരും ഈ ഭൂമി മലയാളത്തിൽ ഇല്ലടാ. കളക്ടർ ബോംബാണെങ്കിൽ അവൾ ആറ്റം ബോംബാ. ഇവളെ എവിടെ ചെന്നാ കാണാൻ നോക്കും? ശാന്തിയും സമാധാനവും ഉള്ളിടത്ത് അശാന്തിയുടെ വിഷവിത്തായിട്ട് അവളുണ്ട്.
സ്വാമി പൂർണ്ണ സ്വരൂപാനന്ദ യോഗീശ്വര തിരുവടികളടുത്ത് അവളുണ്ട്. ലക്ഷ്യം നന്മയോ തിന്മയോ ആകട്ടെ, നിങ്ങള് ചെന്ന് കാണണം, കാര്യം പറയണം. സഹായിക്കാതിരിക്കില്ല. കാരണം ശത്രു കളക്ടർ ശാലിനിയാണെന്നറിഞ്ഞാൽ ആളിവിടെ പറന്നെത്തും. എടാ, അരി എത്തിയാൽ മരണം ഉറപ്പാണ്. അപ്പൊ പിന്നെ കാലൻ എങ്ങനെയാ ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റുന്നത്? വരും, പോത്തിന്റെ പുറത്തു കയറി വരും. ഈശ്വര, ഇത് അവളല്ലേ? അപ്പൊ കേട്ടത് ശരി തന്നെ. ഇതെന്തോന്ന് വേഷം? പുറത്ത് കാഷായം, ഉള്ളില് വിഷം. അല്ലതിപ്പോ എന്തിനായിരിക്കും? ജീവിതത്തിലെ മറ്റെല്ലാം എന്ന പോലെ ക്രോധവും സ്ഥായിയല്ല. സ്ഥായിയായ ക്രോധം നമുക്ക് താങ്ങാനാവില്ല. അത് സ്ഥിരമായിരുന്നാൽ നമുക്കൊരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയുമായിരുന്നില്ല. എന്നാൽ സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ക്രോധത്തെ നമുക്ക് നിയന്ത്രിക്കാനാവും. മേലുദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ദേഷ്യപ്പെടുക ഉചിതമല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ മാത്രമായി നാം ക്രോധത്തെ പിടിച്ചു നിർത്തുന്നു. നമ്മളിൽ പലരും ജീവിതം നയിക്കുന്നത് അന്ധകാരത്തിലാണ്. അതറിയാതെ നാം നോക്കുന്നു. ആധുനിക കാലത്തിൻ്റെ രോഗമായി അശ്രദ്ധയെ പരിഗണിക്കുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മൂലകാരണം ശ്രദ്ധാരാഹിത്യമാണെന്ന് കാണാം. പ്രശ്നങ്ങൾ ആദ്യം സൃഷ്ടിച്ചിട്ട് അത് പരിഹരിക്കാൻ നാം സഹായം തേടുന്നു. പക്ഷേ പ്രശ്നപരിഹാരം നമ്മളിൽ തന്നെയാണ്. അത് നമ്മളാരും മനസ്സിലാക്കുന്നില്ല. അത് തന്നെയാണ് നമ്മുടെയൊക്കെ പരാജയം. എന്റെ പൊന്നുസ്വാമി, ഇതൊക്കെ അവളുടെ കാതിൽ 100 വട്ടം ഒന്ന് ഓതി കൊടുത്തിരുന്നെങ്കിൽ അവൾ ഒരു വട്ടമെങ്കിലും നന്നായേനെ. എന്തിനാണ് ഇപ്പൊ ഇവൾ ഈ വേഷത്തിൽ ഇവിടെ അവതരിച്ചിരിക്കുന്നതെന്ന് ഇവക്കും സർവേശ്വരനും മാത്രമേ അറിയുള്ളൂ. സ്വാമിക്ക് പോലും അറിയാൻ പറ്റി കാണില്ല. അല്ല, അറിഞ്ഞിരുന്നെങ്കിൽ സ്വാമി കൂടെ നിർത്തുമായിരുന്നില്ലല്ലോ. എന്തായാലും സ്വാമിയുടെ കൂടെ കൂടിയിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല.